മാന്ത്രികനെ പോലൊരാള് ദിവ്യാത്ഭുതം കാണിക്കുന്ന അവിടുത്തെ ദിവ്യാത്ഭുതം കാണിക്കുക അദ്ദേഹം ഇതിങ്ങനെ വെച്ചിട്ട് ഭയങ്കര പ്രകടനമൊക്കെ നടത്തുന്നു. കണ്ടുകൊണ്ടിരുന്ന കാണികളെല്ലാം വിശ്വാസികളെല്ലാം തുള്ളുന്നു, ഭയങ്കര ബഹളം. ഇത് കണ്ടപ്പോൾ എനിക്ക് ഒരു അത്യാവശ്യം, കാരണം എൻ്റെ ഈ പ്രോഗ്രാം ഇച്ചിരി ഹൊറർ ടച്ചുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ എനിക്ക് പറ്റിയ ഒരു സംഭവമാണല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ ആ ഏരിയ, ആ സ്ട്രീറ്റിൽ കംപ്ലീറ്റ് ഇങ്ങനെയുള്ള സാധനം തൂക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്ങനെ ഈ പ്രവർത്തിക്കുക. ഞാനതിലൊരെണ്ണം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഞാനിത് നോക്കിയിട്ട് ഒന്നും വർക്കാകുന്നില്ല, ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എൻ്റെ മാന്ത്രിക പവർ കൊണ്ട്, മാന്ത്രിക എന്ന് ഞാൻ പറയത്തില്ല, മറ്റേതില്ല, എൻ്റെ മാജിക് പവർ കൊണ്ട് ഇതിനുള്ള ശക്തികളൊക്കെ ഞാൻ നേടിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ പ്രോഗ്രാമിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ്. ഒന്ന് കാണിച്ചു തരാം. എന്താ പ്രഭോ, റെഡി? സാർ ഒരു കാര്യം ചെയ്തട്ടെ, ഇത് കയ്യിൽ ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ പിടിച്ചോണം കേട്ടോ. ഇവിടെ മാജിക് സംഭവിക്കുന്നത് നമ്മൾ ആൾക്കാരെ വിശ്വസിപ്പിക്കുന്നത് ഇങ്ങനെയാണേ. എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീകണ്ഠൻ നായർ, ഞാൻ പറയുമ്പോൾ അപ്പ് എന്ന് പറയണം. എവിടെ? നില്ല നോക്കിക്കോണം. ഓം ഹ്രീം അപ്പ്. നോക്കുന്നു സംഭവിച്ചു കഴിഞ്ഞു. ഇനിയും പതുക്കെ ഇപ്പൊ കൈക്ക് വല്ല തണുപ്പോ പെരുപ്പോ എന്തെങ്കിലും അനുഭവപ്പെടുന്നുണ്ടോ? ഒരു ചെറിയ പെരുപ്പുണ്ട്. എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. ഇനിയും താഴ്ക്കുക, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഓം ക്രീം എന്നുള്ള പദം ഉപയോഗിക്കരുത്, അത് ഇവിടെ ഉപയോഗിക്കാനുള്ളതല്ല. താങ്കൾക്ക് എന്റെ ആന്തരികമായ അർത്ഥങ്ങൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അത്ര അറിയില്ല. അത് പോട്ടെ, അതെനിക്ക് അത്ര അറിയത്തില്ല. ശരീരത്തിന്റെ മരുന്നാണ്. അത് വേറെ പറയാം. അതെ, ഓം ഹ്രീം എന്നുള്ളത് ഉപയോഗിക്കുന്നത്, ഞാനൊരു കാര്യം പറഞ്ഞ, ഓം ഹ്രീം എന്നങ്ങ് ഉപയോഗിക്കുന്നത് ബീജാക്ഷര മന്ത്രങ്ങളിൽ പെട്ടതാണ്. ഒരിക്കലും ഞാനത് പഠിക്കാൻ ശ്രമിക്കാം. അങ്ങൊരു മാന്ത്രികനാണ് ഞാൻ അംഗീകരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു മജീഷ്യനാണ്. നിങ്ങൾ മറ്റൊരു മതത്തിന്റെ ഒരു സംഹിത എടുത്ത് അത് പ്രയോഗിക്കരുത്. ഒരിക്കൽ ജഗതിക്ക് കൊടുത്ത വാണിംഗാണ് മതത്തിന്റെ വാക്കല്ല. അങ്ങനെയാണെങ്കിൽ എന്നൊരു കാര്യം ചേട്ടെ, ഒരു മുസൽമാന്റെ മന്ത്രോച്ചാരണം എടുത്തിട്ട് ഒരു മുസൽമാന്റെ മന്ത്രോച്ചാരണം എടുത്ത് ചെയ്യട്ടെ, ഞാൻ അംഗീകരിക്കാം. ഇല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനിയുടെ മന്ത്രോച്ചാരണം എടുത്ത് ചെയ്യട്ടെ, അംഗീകരിക്കാം. അതായത് എത്രയോ നൂറ്റാണ്ടിന് മുൻപ് ഭാഷ ഉത്ഭവിച്ചു. ഭാഷയല്ല മന്ത്രം. സഹോദരി ആദ്യം മനസ്സിലാക്കുക, ഭാഷയല്ല മന്ത്രം. ഭാഷയും രണ്ടും രണ്ടാ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞങ്ങൾ മാന്ത്രികരൊക്കെ പറയുന്ന ഒരു വാക്കാണ് ഓം ഹ്രീം കുട്ടിച്ചാത്തന്നൊക്കെ. ഈ കുട്ടി ആരെല്ലാം പിള്ളേർ കളിയാക്കി, നിങ്ങൾ എന്താ അവിടെ പോയി ബഹളം ഉണ്ടാക്കാതെ? ഒരുപാട് പറയുന്നല്ലോ.